കൂടെ നിന്ന് എരികേറ്റുന്നവരുണ്ടല്ലോ, അവരൊക്കെ കൈവിടും. വാലും ചുരുട്ടി പുള്ളി വീട്ടിൽ കയറും. മനസ്സിലായില്ലേ? ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിപ്പിക്കുന്നത് പോലെ ഇട്ട് കളിപ്പിക്കുന്ന ചിലരൊക്കെ, അവരൊക്കെ കൈവിടും. പതുക്കെ വീട്ടിൽ വരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ ശേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, അവനോട് തോറ്റുപോകത്തേ ഉള്ളൂ. പാസ്റ്ററേ, ഞാൻ പുള്ളിക്കാരുടെ ഭാര്യയില്ലേ, 2 മക്കളെ പുള്ളിക്കാരന് വേണ്ടി പ്രസവിച്ച് നൽകിയവളാണ്. ആ 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് ഒന്നുകിൽ കൊച്ച് അല്ലെങ്കിൽ തള്ള. ആ സ്ഥിതിയിലൂടെ പോയതാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അതേ അവസ്ഥയിലൂടെ പോയതാണ്. എൻ്റെ ആരോഗ്യം പോയി, എൻ്റെ നല്ല സമയം സന്തോഷം എല്ലാം പോയി. ഞാൻ ജീവിക്കുന്നത് മുഴുവൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ഈ പുള്ളിയുടെ വീട്ടിലേക്ക് വന്ന് കയറിയതാണ്. സത്യമായിട്ടും എൻ്റെ ആദ്യ മകനെ പ്രസവിക്കുന്ന സമയത്ത് ചില ദിവസങ്ങൾ ഒഴിച്ച് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പോയി നിന്നിട്ടില്ല. എൻ്റെ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുവാൻ എനിക്ക് അവസരമില്ലാഞ്ഞിട്ടല്ല, ഞാൻ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവിൻ്റെ വീട്, വീട്ടുകാർ, എൻ്റെ ലോകം മുഴുവൻ അതായി പാസ്റ്റർ. പക്ഷേ ഇപ്പോൾ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നത് ഒഴിച്ച് വേറെ ആര് പറഞ്ഞാലും കേൾക്കും. അതിൽ തന്നെ ചിലർ പറയുന്നത് കേട്ട് അതിനൊക്കെ എന്നോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിൽക്കുക. എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല പാസ്റ്റർ. കണ്ണുനീരോടെ ഒരു സഹോദരി അറിയിച്ച പ്രാർത്ഥനാ വിഷയമാണ്. ഒത്തിരി നേരം ദൈവവചനത്തിലൂടെ ആ സഹോദരിയോട് സംസാരിച്ചു. ആ സഹോദരി ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ, ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഒരു കുഞ്ഞമ്മ, ആ പുള്ളിക്കാരി, അവർ പറയുന്നത് ആണ് ഈ സഹോദരന് വേദവാക്യം. അവരെന്ത് പറയുന്നു അതാണ്. പുള്ളിക്കാരി പറയുന്നത് കുറച്ച് ആട്ടിൻ കാട്ടം എടുത്തിട്ട് ഉണക്കമുന്തിരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും. ആ വിധത്തിലുള്ള അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ചിലരൊക്കെ ഭാര്യ പറഞ്ഞാൽ കേൾക്കത്തില്ല, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തില്ല, വേറെ ആര് പറഞ്ഞാലും കേൾക്കും. അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കത്തില്ല, നാട്ടിലുള്ള ആര് പറഞ്ഞാലും കേൾക്കും. നാട്ടിലുള്ള ആരെന്ത് പറഞ്ഞാലും അതാണ്. അല്ലേ മാതാവേ, പിതാവേ? മക്കളെക്കുറിച്ച് തന്നെ അത് മാറുവാൻ പോവുക. ഓ സ്തോത്രം. ഇവനെയൊക്കെ ഇട്ട് കളിപ്പിക്കുന്ന ചിലത്, എരിവ് കയറ്റി വീട്ടിനകത്തേക്ക് വിടുന്ന ചിലതൊക്കെ, ഈ കീ കൊടുത്ത് വിടുന്ന കുരങ്ങ് പ്രതിമ പോലെയാണ്. ആരോ കീ കൊടുക്കുന്നു, മുമ്പ് കിടന്ന് കൈകൊട്ടടിച്ച് ബഹളം വയ്ക്കുന്നു. അത് മാറുവാൻ പോവുക. ആമേൻ. ഒരു രക്ഷയുമില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവാത്മാവ് ഒരു ദിവസം സംസാരിച്ചു. സഹോദരി ഒരു ഉപവാസം ക്രമീകരിച്ച് പ്രാർത്ഥിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സമയത്ത്, ഉപവാസ പ്രാർത്ഥന ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ പുള്ളിക്കാരിക്ക് ഉച്ചവരെ ഉപവസിക്കാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് ഉപവാസം പ്രാർത്ഥന ബ്രേക്ക് ചെയ്യും. ആ സമയത്ത് സിസ്റ്റർ ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൂരെയാണ്, ഫോണിൽ കൂടെയാണ്. സഹോദരി കൈവച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു. അവരുടെ വാക്ക് കേട്ട് ഒരു കുട്ടിക്കുരങ്ങൻ ചുടുചോറ് വാരുന്നത് പോലെ അങ്ങനെ നടക്കുന്ന അവൻ, അതിന് തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ കടത്തപ്പെട്ടതെല്ലാം ഇന്ന് പുറത്തു പോകും. ആ കൈവശമൊക്കെ പുറത്തു പോകും. ബാലും ചുരുട്ടി മിണ്ടാതെ ഇന്നു മുതൽ വീട്ടിനകത്തിരിക്കും. മറ്റേ വീട്ടിനകത്തിരിക്കത്തില്ല. ജോലി കഴിഞ്ഞ് വരും, റെഡിയാവും, പോവും കുഞ്ഞമ്മേരെ കൊച്ചപ്പൻ്റെ അടുത്തോട്ട്. പിന്നെ അവരുടെ കഥകളൊക്കെ കേട്ടിട്ട് രാത്രി വരും. ആ കഥയെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മൊത്തം വീട്ടിനകത്ത് ഭാര്യയുടെ മക്കളുടെ അടുത്താണ് നടക്കുന്നത്. പ്രാർത്ഥിച്ചു, വെള്ളം കൊടുത്തു, ആ കൈവശം പുറത്തു പോയി. പുള്ളിക്കാരി ആഗ്രഹിച്ചതുപോലെ പുള്ളിക്കാരൻ വീട്ടിനകത്ത് തന്നെ ഇരുന്നു. ഒപ്പം കൊച്ചപ്പനും കുഞ്ഞമ്മയും പുള്ളിയെ അങ്ങ് കൈവിടുകയും ചെയ്തു. ചിലതൊക്കെ പുറത്തു പോകുമ്പോൾ ചിലരുടെ എല്ലാം പരിപാടികൾ കറുതി വരും. അതെ, നിൻ്റെ ഭർത്താവിനെ നിന്നിൽ നകറ്റി കൊണ്ടുപോകുന്ന ചില ഇടങ്ങളിൽ തളച്ചിടുന്ന പരിപാടികൾക്ക് പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേൻ. അപ്പോൾ മൊർദെഖായിയെക്കുറിച്ചും
ഹാമാനെക്കുറിച്ചും ഒരു വലിയ വിശദീകരണം നിങ്ങൾക്ക് വേണ്ട, പ്രത്യേകിച്ച് നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമാണെങ്കിൽ. ദൈവവചനത്തെക്കുറിച്ച് അത്രമാത്രം നിങ്ങൾ ആധികാരികമായി മനസ്സിലാക്കിയിരിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസവുമുണ്ട്. അപ്പോൾ ഹാമാൻ മൊർദെഖായിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നു. മൊർദെഖായിയെ തകർക്കുവാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്നു. മൊർദെഖായി മാത്രമല്ല, മൊർദെഖായിയുടെ കുടുംബത്തെ മുഴുവനും തകർക്കണം. പലരും നിന്നെ കരങ്ങളിലെടുത്ത് വച്ചിരിക്കുന്നത് വേറെ ചിലരെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നെയും അവരെയും തകർക്കാൻ വേണ്ടിയാണ്. ഓ സ്തോത്രം. ചിലർ വിചാരിക്കും ഇവർക്കൊക്കെ എന്നെ ഇത്രയും സ്നേഹമാണ്. എൻ്റെ പൊന്ന് മണ്ടച്ചാരെ, നിന്നെ അത്ര സ്നേഹമായുണ്ടെന്നുമല്ല, അവരെയും തകർക്കും. അവർ തകരുമ്പോൾ നീയും തകരും. നിൻ്റെ കുടുംബം തകർത്ത് നിന്നെ നാനാവിധമാക്കാൻ വേണ്ടി അല്ല, സ്നേഹിച്ചിട്ടൊന്നുമല്ല. സ്നേഹിക്കുന്നവർ ഭാര്യയുടെ അടുത്തുനിന്ന് വിളിച്ച് മാറ്റി നിർത്തി നുണ പറഞ്ഞ് തരത്തില്ല. സഹോദരി കേൾക്ക്, സ്നേഹിക്കുന്ന വീട്ടുകാർ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് വിളിച്ച് മാറ്റി നിർത്തി നുണ പറഞ്ഞ് തന്ന് കയ്യിലിരിക്കുന്നതൊന്നും വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. നിന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീയും നിൻ്റെ ഭർത്താവും നീയും നിൻ്റെ ഭാര്യയും നിങ്ങളുടെ മക്കൾക്കൊപ്പം സന്തോഷമായി, മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം സന്തോഷമായി ജീവിക്കണമെന്ന് അവരാഗ്രഹിക്കും. അതിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. അല്ലാതെ ഭാര്യയില്ലാത്തപ്പോൾ ഭർത്താവിനെക്കുറിച്ചും ഭർത്താവില്ലാത്തപ്പോൾ ഭാര്യയെക്കുറിച്ചും അമ്മയപ്പന്മാരില്ലാത്തപ്പോൾ മക്കളെക്കുറിച്ചും കുറ്റം പറയുന്ന നോ. ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചിലർക്ക് ഉൾക്കൊള്ളാനായിട്ട് പാടാണ്, വഴി അത് മനസ്സിലായിക്കോളും. ആമേൻ. അപ്പോൾ ഹാമാൻ പണി തുടങ്ങി. ദൈവം മൊർദെഖായിക്ക് വേണ്ടി എഴുന്നേറ്റു. അവിടെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യപ്പെട്ടു. ആമേൻ. ഇതിന് പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആമേൻ. ചിലരൊക്കെ ഇവർ പറയുന്നത് കേൾക്കാൻ പോകുന്നത്, അപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ സഹോദരൻ, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിനക്ക് വിരോധമായി അവരൊക്കെ പറഞ്ഞു കൊടുത്ത് എരികേറ്റ് വിടുമ്പോഴേ നിൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നീ ചിന്തിച്ചിട്ടില്ലേ, ഇത്രയും നല്ലോണം ജോലി ചെയ്യുന്ന എന്നെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഇവർ വിശ്വസിക്കുന്നത്? ഏത് മക്കളെ അങ്ങനെയല്ലേ? നിങ്ങളെക്കുറിച്ച് പലതും നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഉള്ളവരുമൊക്കെ സ്കൂളിലും കോളേജിലും ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറയുമ്പോൾ അവരെന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? നിന്നെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടോ? അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരുടെ ബുദ്ധിയെ കെട്ടുന്ന ഒരു കെട്ടുണ്ട് ആഭിചാരത്തിലൂടെയും കൈവശമണ്ഡലങ്ങളിലൂടെയും. അതുകൊണ്ടാണ് സഹോദരി നിന്നെക്കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വസിക്കുന്ന. പ്രിയ അമ്മേ, നിന്നെക്കുറിച്ച് പറയുമ്പോൾ നിൻ്റെ മക്കൾ അവർ പറയുന്നത് കേൾക്കുന്നത്, വിശ്വാസം എന്നല്ല അതിന് പറയാനുള്ളത്, ആ മഹാപാതകം അവർ കേൾക്കുന്നത്. നീ നൊന്ത് പ്രസവിച്ച നിൻ്റെ മക്കൾ. പ്രിയ പിതാവേ, നീ നിൻ്റെ ജീവിതം നല്ല കാലം മുഴുവൻ ആർക്ക് വേണ്ടിയാണോ ഒഴിഞ്ഞു വെച്ചത്, ആ മക്കൾ നിന്നെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ കേട്ട് നിനക്ക് വിരോധമായ പല്ലും ചുണ്ടും കടിച്ച് കയ്യിൽ നിവർത്തി നിൽക്കുന്നത് അവരെ അവിധത്തിൽ കൈവശങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ കൈക്കലാക്കി. നിൻ്റെ പ്രിയപ്പെട്ടവരെ കൈക്കലാക്കിയവർ അവരുടെ കയ്യിൽ നിന്ന് അവരെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകും. ഓ താങ്കിലോടെ യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥനയും ഉപവാസവും വെളിപ്പെട്ടപ്പോൾ ഹാമാൻ്റെ പദ്ധതി മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഓ, നിങ്ങൾക്ക് വിരോധമായി മനുഷ്യനും പിശാചും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൈക്കലാക്കുവാൻ, നിങ്ങളുടെ നന്മകളെ കവർന്നു കളയുവാൻ, നിങ്ങളുടെ സന്തോഷങ്ങളെ ഒടുക്കിക്കളയുവാൻ, നിങ്ങൾക്ക് അവകാശപ്പെട്ടതിന് ആ കേസ് അതിനുവേണ്ടി അതിനൊക്കെ അവകാശപ്പെട്ടതിനെ കൈവശമാക്കണം. ആ പരിപാടി കർത്താവ് നിർത്തൽ വരുത്തുവാൻ പോകുക. നീ അധ്വാനിച്ചത്, നിനക്കർഹതപ്പെട്ടത് അത് നിൻ്റെ കരങ്ങളിലേക്ക് വരുവാൻ പോകുക. ആ കേസ് സംബന്ധമായി അവരുടെ സ്വപ്നത്തിനപ്പുറമായൊരു തീരുമാനം, ഒരു വിധി എൻ്റെ ദൈവം പുറപ്പെടുവിക്കുവാൻ പോകുന്നു. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. ആ പാർട്ണർഷിപ്പിൽ നിൻ്റെ രക്തമാണ്, നിൻ്റെ കണ്ണുനീരാണ്, നിൻ്റെ സ്വപ്നങ്ങളാണ്, അതങ്ങനെ കൈവശമായി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ ഭാഷകനെ അമേൻ. എനിക്കറിയത്തില്ല, ചില ബിസിനസ്സുകൾ ചെയ്യുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. കേൾക്ക്, ചിലരൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളവരെ എരിവ് കയറ്റി നിനക്ക് വിരോധമാക്കി നിർത്തി. എരിവ് കയറ്റിയവരൊക്കെ കൈവിടും. ആമേൻ. ആ ബന്ധനം അഴിയുമ്പോൾ ആ പൈശാചികമായ സ്വാധീനം ആമേൻ അഴിഞ്ഞു മാറും. നോക്കൂ, ഹാമാൻ്റെ വീട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഇവരുടെയൊക്കെ ജോലി എന്തായിരുന്നു? മൊർദെഖായി എങ്ങനെ കൊല്ലാം, എങ്ങനെ തകർക്കാമെന്ന് ആമേൻ എരികേറ്റ് വിട്ടുകൊടുക്കുക. നിന്നെ എങ്ങനെ തകർക്കാം, നിൻ്റെ തലമുറകൾ എങ്ങനെ നശിപ്പിക്കാം, നിന്നെ അവിടെ നിന്ന് എങ്ങനെ ഓടിക്കാം. ഓ, അത് തന്നെയാണ് പരിപാടി. നിൻ്റെ കയ്യിലുള്ളതിനൊക്കെ എങ്ങനെ അടിച്ചു മാറ്റിയെടുക്കാം, അതൊക്കെയാണ് പരിപാടി. സഭ എങ്ങനെ പൊളിക്കാം, വിശ്വാസികളെ എങ്ങനെ പിടിക്കാം, ഇതാ പരിപാടി. പരിപാടി മുഴുവനും അതാ. അങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ കൈമലർത്തുവാൻ പോകുക. നോക്ക്, പണി കിട്ടി ഹാമാൻ ഓടിപ്പോവുകയാണ്. നേരത്തെ ഉപദേശിച്ചു കൊടുത്ത ആരെങ്കിലും ഒന്ന് ഉപദേശിച്ചു കൊടുത്തിരുന്നെങ്കിലോ ഏത്. അപ്പോഴാണ് സേരസ് ഹാമാൻ്റെ ഭാര്യ പറയുന്നത്, എന്നെ വിട്ടേരെൻ്റെ പൊന്നു വച്ചാനെ, നമ്മളുമായിട്ട് നീ ഇനി ശരിയാകത്തില്ല. ഹാമാൻ അവനൊരു ദൈവമുണ്ട്, അവൻ യഹൂദനാണ്, അവനൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ടെന്ന്. നിൻ്റെ കുടുംബത്തിനകത്ത് വിഷം വിതർന്ന
നിൻ്റെ പങ്കാളിയുടെ ഹൃദയത്തിനകത്ത് വിഷം കുത്തിവെക്കുന്ന ആ ശത്രുക്കൾ തിരിച്ചറിയുവാൻ പോകുക. അത് മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, അകത്തു നിന്നുള്ളവരാകട്ടെ, പുറത്തു നിന്നുള്ളവരാകട്ടെ, അവർ തിരിച്ചറിയുവാൻ പോകുക. നിനക്കൊരു ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന ദൈവ പൈതലേ, നിനക്കൊരു ദിവസമുണ്ടെന്ന് അവർ കൈമലർത്തും. വീട്ടിനകത്ത് വന്നിരിക്കും. റെഡിയാണോ? സ്വീകരിക്കുവാൻ റെഡിയാണോ? എങ്ങനെയെന്നോ? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രാർത്ഥിച്ച് ഉപവസിച്ച് അഴിച്ചു കളയേണ്ടതിന് അഴിച്ചു കളയുവാൻ, പുറത്ത് കളയേണ്ടതിന് പുറത്ത് കളയുവാൻ, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കുവാൻ. കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അത് സാരമില്ല, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥനയോടെയും വചനധ്യാനത്തോടും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്നിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോയിൻ ചെയ്ത് നോക്ക്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാനി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വാർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്ക്. പരിശുദ്ധാത്മ നിറവിലുള്ളൊരു ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. സഭാരാധന നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനായി കഴിയും. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ, നല്ലത് ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ, പലരുടെയും കയ്യിലെ കളിപ്പാട്ടങ്ങളായി മാറിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, അവരെ അങ്ങ് മടക്കി വരുത്തണമേ. കൈവശമാക്കുവാൻ തക്കവണ്ണം ഉള്ളിൽ കടത്തപ്പെട്ട കൈവിഷത്തിൻ്റെ ശക്തികൾ, ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകൾ യേശുവിൻ നാമത്തിൽ തീങ്കൽ വഴിതുരുകി മാറുന്നത് പോലെ, കാറ്റത്ത് പുക മാറിപ്പോകുന്നത് പോലെ മാറിപ്പോകട്ടെ. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന, അമ്മമാരെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന, സഹോദരങ്ങളെയും തമ്മിൽ തെറ്റിക്കുന്ന, തൊഴിൽ നൽകുന്നവരെയും ജോലി ചെയ്യുന്നവരെയും തമ്മിൽ തെറ്റിക്കുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. തൊഴിലിടത്തിൽ വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിൻ്റെയും ദുഷ്ടമനുഷ്യൻ്റെയും പദ്ധതികളെ സ്വർഗമങ്ങ് തകർത്ത് ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ കർത്താവേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരം ചലിക്കട്ടെ. പലവിധമാകുന്ന രോഗങ്ങൾക്ക് കാരണമായ ആഭിചാരങ്ങളെ, ക്ഷുദ്രപ്രയോഗങ്ങളെ ചെയ്ത് രോഗകാരണമായ അശുദ്ധാത്മാക്കളെ കടത്തി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ രോഗത്തിൽ ബന്ധിക്കുന്ന എല്ലാ ബന്ധനവും അഴിഞ്ഞു മാറട്ടെ. ഇവരുടെ സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദാന നിവൃത്തിയുടെയും ദിവസമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ എഴുതുന്നവർ, IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതി നല്ല റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് സ്വർഗം അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകൾ നൽകി മാനിക്കണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. അമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അഴിക്കേണ്ടതിനെ അഴിച്ച്, പുറത്താക്കേണ്ടതിനെ പുറത്താക്കി, അകത്ത് വരേണ്ടവരെ ചേർത്ത് പിടിക്കാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.